ഭൂമിയാണ് നമുക്ക് വേണ്ടത്. വേടം പറഞ്ഞ പോലെ, വേടം പറഞ്ഞിട്ടില്ലേ എന്താ, തുണ്ട് മണ്ണിനായി കൊതിച്ച് പിന്നിൽ ആരോ ചതിച്ച് നീതി പണ്ടേ മരിച്ചെന്ന്. അതേപോലെ മണ്ണിന് വേണ്ടിയാണ് കൊതിക്കുന്നത്, മണ്ണിന് വേണ്ടിയാണ്. ഇപ്പോഴും നിലമ്പൂർ ആദിവാസികൾ സമരത്തിന് തുടങ്ങിയിട്ടുണ്ട് മിനിങ്ങാന്ന്. എല്ലാവർക്കും പട്ടയം കിട്ടട്ടെ, എല്ലാവർക്കും തുണ്ട് മണ്ണുണ്ടാവട്ടെ, കൃഷി ചെയ്യാൻ പറ്റട്ടെ. പറഞ്ഞ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ മുത്തങ്ങ സമരത്തെ ആസ്പദമാക്കി ആദിവാസികൾ ഭൂമി അവകാശത്തിന് വേണ്ടി, ആദിവാസികളാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. നമ്മളെ ആദിവാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവര് ഭൂമി കിടപ്പാടം ഇല്ലാതെ ചെയ്യുന്ന സമരം, അതിനെങ്ങനെയാണ് ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് അടിച്ചൊതുക്കിയത്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ അസുരൻ മൂവിയൊക്കെ പോലത്തെ, അതേപോലെ മാരി സെൽവരാജ്, വെട്രിമാരൻ, രഞ്ജിത്ത് ഇവരൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തങ്ങ സമരം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിച്ച ചിത്രങ്ങളൊക്കെ നേരിട്ട് അത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഒരുപാട് കരഞ്ഞു. കരച്ചിൽ എനിക്ക് അടക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. പക്ഷെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സി കെ ജാനുവും ഗീതാനന്ദ മാഷിന്റെ വായി എന്നൊക്കെ ഞാൻ സ്വന്തമായിട്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അതുകൊണ്ട് എനിക്കറിയാം. ഭയങ്കര ഇമോഷണലാണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആ ഒറിജിനൽ സംഭവത്തോട് നീതി പുലർത്തി. പിന്നെ പണിയ ഭാഷയാണ് ആദ്യമായിട്ട് അതിനകത്തൊക്കെ കാണിക്കുന്നത്. അതൊക്കെ നല്ല രീതിയിൽ ആ ഭാഷ പിടിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നരിത്തൂക്ക് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണിക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട്. സിനിമയാകുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെന്ററി പോലെ കാണിക്കാൻ പറ്റുമല്ലോ. ആ സംഭവത്തെ ഊന്നി വേറൊരു കഥ പോലെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ സംഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ജസ്റ്റിസ് പുലർത്തി. പൊളിറ്റിക്കലി ഇഷ്യൂ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഏത് ഇടത് വലത് സർക്കാരുകളാണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അപ്പൊ ഏത് സർക്കാരുകളാണെങ്കിലും നമ്മുടെ എന്താ പറയാ, ആദിവാസികൾക്ക് ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആദിവാസികളുടെ ഒരു പ്രശ്നങ്ങൾക്കും, സെൻട്രൽ ഗവൺമെന്റ് ആദിവാസികളോട് നിൽക്കുന്ന ഒരു സർക്കാരല്ല. നമ്മൾ ആദിവാസികൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മാവോയിസ്റ്റ് ആക്കി മാറ്റുന്നത് നമ്മളെപ്പോഴും കാണുന്നതാണ്. അതൊക്കെ എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഇനിയെങ്കിലും ഈ സിനിമ കണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക്, ഇനി ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൂമി